സത്യത്തിൽ ഇവർ മരിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നും കൂടിയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നാലാണ് ഇവർ ഈ പറയുന്ന നിലവിളിക്ക് ഇനി ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി മരിക്കൽ ഇവരുടെയും കൂടി ആവശ്യമാണ്. അതിനൊരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. GHF, അതായത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ. അപ്പോൾ അവർ ഈ എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു സംവിധാനമാണ് അവിടെ, ഇസ്രായേലിൻ്റെയും US-ൻ്റെയും അടിസ്ഥാന ഒരു കൂട്ടായ ശ്രമമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തുന്ന കൂട്ടത്തിൽ ഒരു കുട്ടി വരുന്നു. ആ കുട്ടി ഇവരുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കുന്നു, പോകുന്ന വഴിക്ക് ഈ സൈനികൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്നു. അതിനുശേഷം ആ കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നു. ഇതാണ് പുറത്തു വന്ന വാർത്ത. ഇത് ഒരു GHF-ൻ്റെ ഒരു ചങ്ങാതി ഇരുന്ന് പറയുന്ന വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഇത് സംഭവിക്കുന്നത് ഒരു 5-8 മാസം മുന്നെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഈ അടുത്ത ദിവസം ആ കുട്ടി മരിച്ചിട്ടില്ല, ആ കുട്ടി ജീവനോടുണ്ട് എന്ന് പറഞ്ഞ വാർത്തയാണ്. അപ്പോൾ ആ വാർത്ത വരുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ആ കുട്ടി മരിക്കാതെ നോക്കേണ്ടത് ഇസ്രായേലിൻ്റെ ബാധ്യതയായിട്ട് മാറുകയാണ്. കാരണം ഇനി ഈ കുട്ടി മരിച്ചു എന്ന് വരുത്തി തീർക്കൽ ആർക്ക് ആവശ്യമാണ്? ഹമാസിന് ആവശ്യമാണ്, ഈ പറയുന്ന തീവ്രവാദികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ കുട്ടിയെ പിന്നെ ഒളിവിൽ താമസിപ്പിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി മരിക്കാതെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് അറിഞ്ഞാൽ അത് സന്തോഷിക്കുന്ന ഒരു ഗാസക്കാരെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് നമ്മൾ കണ്ടത്, അല്ലല്ലോ.